ഹലോ, വിച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിങ്ങം 1-ന് മുമ്പ് നമ്മുടെ വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. ചിങ്ങമാസം എന്ന് പറയുന്ന ഓണമല്ലേ, ഓണത്തിന് മുമ്പ് നമ്മുടെ വീട് മുഴുവനായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടുന്നത് നല്ലതാണല്ലോ. എല്ലാവരും പൊതുവേ ക്ലീനൊക്കെ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ചിങ്ങം 1-ആണ്. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചിങ്ങം 1-ആണ്. അപ്പം നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ആദ്യം ഞാൻ വെളിയിൽ പുറത്തിറങ്ങി ഫുൾ ജനാലകളിലെ എല്ലാ പൊടികളും വൃത്തിയാക്കി ജനാലകൾ ഫുള്ള് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ അകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് കയറി അകത്തെ 2 ബെഡ്റൂമും അതേപോലെ ഹാള്, ഡൈനിങ് ടേബിൾ, ഇത് ഡൈനിങ് റൂം, ഇത് ഇത്രയാണ് ഞാൻ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ളൂ. അടുക്കള ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ ബാക്കി ഇത്രയും ഭാഗങ്ങൾ നല്ല രീതിയിലൊന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് നമ്മുടെ സെറ്റികളെല്ലാം ഒന്ന് മാറ്റി അതിനടിയിൽ സ്ഥിരം വൃത്തിയാക്കുന്നത് കൊണ്ട് വലിയ പൊടികളൊന്നും ഇല്ലെങ്കിലും ഒരുവിധം ഉള്ള പൊടികളെല്ലാം തൂത്ത് വൃത്തിയാക്കി സെറ്റ് അവിടെ എല്ലാം ഒന്ന് തൂക്കുന്നതിൻ്റെ കൂടെ തന്നെ തൂത്ത് മാറ്റിയതിന് ശേഷം ഫുള്ള് തൂത്ത് മാറ്റിയതിന് ശേഷം ഞാൻ തുടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് എല്ലാ സെറ്റുകളും അതേപോലെ കസേരകളും എല്ലാം മാറ്റി അതിൻ്റെ അടിയിലെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നനഞ്ഞ തുണി, നമ്മുടെ കർപ്പൂരവും ലോഷനും ഉപയോഗിച്ച് വെച്ച വെള്ളത്തിൽ തുണിയിട്ട് ആ തുണി കൊണ്ടാണ് അവിടെ എല്ലാം തുടയ്ക്കുന്നത്. ഈ കർപ്പൂരം ഇടുമ്പോൾ പാറ്റ, പല്ലി അങ്ങനെയുള്ള ശല്യങ്ങളെല്ലാം കുറഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഞാൻ പിന്നെ കർപ്പൂരവും കൂടി ഇട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ടൈപ്പ് അതേ വെള്ളം തന്നെയാണ്, അതിനുപയോഗിച്ച ആ ടൈപ്പ് വെള്ളം തന്നെയാണ് ഞാൻ തറ തുടയ്ക്കാനും എടുക്കുന്നത്. അതുപോലെ കുറച്ച് പുൽത്തൈലം ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ മണത്തിന് വേണ്ടി. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കുകയാണ്. തുടച്ചെടുത്തതിന് ശേഷം ഈ ഹാള് തുടയ്ക്കുന്നതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മുടെ ഡൈനിങ് റൂമും ഫുള്ള് തുടച്ച് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട്. ഇട്ടതിന് ശേഷം പിന്നെ റൂമും എല്ലാം ക്ലീൻ ചെയ്തു. ഞാൻ കർട്ടൻസ് എല്ലാം മാറ്റി രാവിലെ തന്നെ കഴുകിയിട്ടിട്ടുണ്ട്. വീഡിയോ കാണേണ്ടവർക്കെല്ലാം ലോങ് വീഡിയോ പോയി കണ്ടാൽ അതിനകത്ത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. നമ്മുടെ വൃത്തിയാക്കൽ കഴിഞ്ഞുള്ള ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ബായ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബായ്.